ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വെള്ളിയാഴ്ച. ഡൗ ജോൺസ് 868 പോയിന്റും S&P 84 പോയിന്റും നസ്ഡാക്ക് 365 പോയിന്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 280 പോയിന്റ് പോസിറ്റീവായിട്ട് ഏകദേശം 400 പോയിന്റ് വരയ്ക്കും ഗിഫ് നിഫ്റ്റി പോയിട്ടാണ് ഏകദേശം 300 പോയിന്റിന് തൊട്ട് താഴെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ഈ ഗിഫ് നിഫ്റ്റിയും US മാർക്കറ്റുമൊക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇറാനും അമേരിക്കയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയും നാൾ അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഒരിക്കൽ പോലും ഇറാൻ അത് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ചത്തെ അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ അംഗീകരിക്കുകയും കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പോകാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് വെള്ളിയാഴ്ച US മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗിഫ് നിഫ്റ്റി 280 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നതും. അന്ന് ക്രൂഡ് ഓയിലൊക്കെ നന്നായിട്ട് ഇടിഞ്ഞു. ഏകദേശം $90 മുകളിൽ നിന്ന ക്രൂഡ് ഓയിൽ, കാരണം കപ്പലുകളൊക്കെ അതിലെ എണ്ണയുമായിട്ട് പോകാനുള്ള അനുവാദം കൊടുത്തത് കൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൽ വില ഇടിവുണ്ടായി. $100 മുകളിൽ നിന്ന ക്രൂഡ് ഓയിൽ $85 ക്ലോസിംഗ് വന്നത്. ബ്രന്റ് ക്രൂഡും $91 ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് $45 പോസിറ്റീവായിട്ടാണ്, കാരണം ക്രൂഡ് താഴോട്ട് വന്നപ്പോഴത്തേക്കും ഗോൾഡ് മുകളിലോട്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ശനിയാഴ്ച ആയപ്പോഴത്തേക്കും വീണ്ടും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വന്നു. ഒരിക്കലും അതിലെ കപ്പലുകൾ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും മറ്റൊരു സംഘർഷാവസ്ഥയിലോട്ട് ഇന്നലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ പോലും ഇത്രയും നാൾ ഇന്ത്യൻ കപ്പലുകൾക്ക് പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കെതിരെ പോലും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച മിക്കവാറും ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള ബാക്കി പ്രതികരണങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലോട്ടോ യുദ്ധത്തിലോട്ടോ പോകുവാനുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി CE ഹോൾഡ് ചെയ്തവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങിയതെങ്കിൽ അടുത്ത 2 രാത്രികൾ അവർക്ക് വളരെ വിഷമത്തിൻ്റെതാണ്. കാരണം ഈ ഓവർനൈറ്റ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ഉറക്കം കെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഇപ്പം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്തു തുടങ്ങുന്നത്. കാരണം കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ മീറ്റപ്പ് എറണാകുളത്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ഓഫീസും കഫയും വിഷുവിൻ്റെ അന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുധനാഴ്ച വിഷുവിൻ്റെ അന്ന് തന്നെ ട്രിവാൻഡ്രത്ത് നേമത്ത് നമ്മുടെ ഓഫീസിൻ്റെയും ട്രേഡിംഗ് കഫയുടെയും ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കിപ്പം ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ വ്യൂവും കാര്യങ്ങളുമൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ ട്രേഡിംഗ് കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എല്ലാം സിസ്റ്റം അടക്കം ലാപ്ടോപ്പ് അടക്കം എല്ലാം അവിടെയുണ്ട്. നിങ്ങൾ വെറും മൊബൈലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുള്ള് എൻ്റെ വ്യൂസ് ഞാനവിടെ ഉണ്ടാവും. എൻ്റെ വ്യൂസും കാര്യങ്ങളും നമ്മുടെ മെയിൻ സ്ക്രീനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ട്രേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം വീണ്ടും ഈ ആഴ്ച പ്രീ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇനി ഇതിൻ്റെ താഴെയുള്ള പഴയ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് നിർത്തുകയാണ്. ഓൾറെഡി ഇപ്പം നമ്മൾ ഇനി മുതൽ അഡ്മിൻ ഉള്ളിയാണ്. അടുത്ത മാസം 15 കൂടി വാട്സപ്പ് ഗ്രൂപ്പ്, ഇപ്പം ഏകദേശം നമുക്ക് 2 ഗ്രൂപ്പുണ്ട്. 1800 പേര് ഉള്ള 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 2 വാട്സപ്പ് ഗ്രൂപ്പും നിർത്തുകയാണ്. ഇനി മുതൽ ഫയേഴ്സിൽ ഇതിൻ്റെ താഴെ ഫയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി
അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കുള്ള ഫയേഴ്സിൻ്റെ ക്ലയൻസിനുള്ളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഫയേഴ്സിൻ്റെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പറിലോട്ട് ക്ലയൻറ്റ് ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. പലരും ചോദിക്കുന്നുണ്ട്, ഫയേഴ്സിൻ്റെ അക്കൗണ്ട് തുടങ്ങാതെ പൈസ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു പെയ്ഡ് ഗ്രൂപ്പ് അല്ല, പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പെയ്ഡ് ഗ്രൂപ്പ് അല്ല. നിങ്ങൾ ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് വഴി, ഞാനിപ്പം സബ് ബ്രോക്കറാണ് ഫയേഴ്സിൻ്റെ, ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലയൻസ് ആണ്, നിങ്ങൾക്കുള്ള സർവീസ് ഞാൻ തന്നേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഗ്രൂപ്പ്. അല്ലാണ്ട് നമ്മളത് പെയ്ഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് അതിനകത്ത് ആളെ കയറ്റുന്നുള്ള ഗ്രൂപ്പല്ല, തികച്ചും സൗജന്യമാണത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇതുവഴി ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് പൂട്ടുവാനുള്ള മെയിൻ കാരണം ഞാൻ 2-3 മാസത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, 1800 പേരുള്ള ഗ്രൂപ്പാണ്. അതിനകത്തുനിന്ന് ഈ നമ്മുടെ പ്രീ മാർക്കറ്റ് കാണുന്നത് വെറും 100 പേരല്ലെങ്കിൽ 80 പേരൊക്കെയാണ്. അപ്പോൾ കാരണം അവിടെ ഫുൾ ടൈം സർവീസ് കിട്ടുന്നത് കൊണ്ട്, നമ്മുടെ വ്യൂവും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ ആരും കാണാറില്ല. അതുകൊണ്ടാണ് ഇനി ആ ഒരു സൗജന്യം വച്ച് നിർത്താം എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഗ്രൂപ്പ് നിർത്തുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വെള്ളിയാഴ്ച വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. 24,353 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ദിവസം നമുക്ക് വ്യാഴാഴ്ച ഒരു റിജക്ഷൻ വന്ന ഏരിയയാണ്. മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ അന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്നു. പിന്നെ വെള്ളിയാഴ്ച വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും അവിടെ തന്നെ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നു. ആ ലെവൽ പ്രീവിയസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായിരുന്ന ഒരു ലെവലാണ്. ഈ ഒരു ലെവലാണ് മാർക്കറ്റ് നേരത്തെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. ആ ഒരു ഏരിയ നേരത്തെ ഗ്യാപ്പ് ഡൗണിൽ, ഈ ഒരു ഗ്യാപ്പ് നോക്കുകയാണെന്നെങ്കിൽ അറിയാം, ഗ്യാപ്പ് ഡൗണിൽ ഇത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നതാണ്. വീണ്ടും ഇപ്പം തിരിച്ച് കയറുമ്പോഴത്തേക്കും പ്രീവിയസ് സപ്പോർട്ട് ഇനിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെയാണ് കഴിഞ്ഞ വ്യാഴനും വെള്ളിയാഴ്ച ക്ലോസിങ്ങും വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ആ ഒരു പോസിറ്റീവ് ന്യൂസ് വെച്ചിട്ടായിരുന്നുവെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഇതിന് മുകളിലൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമായിരുന്നു. പക്ഷേ നിലവിലെ അവസ്ഥയിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗണിനോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തിങ്കളാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയാം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന്. എന്തായാലും ഇതൊരു റിജക്ഷൻ ഏരിയ ആയിരിക്കും. ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നിരുന്നു ഇല്ലേ, ഏകദേശം 800 പോയിന്റ് അടുപ്പിച്ചൊരു ഗ്യാപ്പ് അപ്പ് വന്നിരുന്നു. ആ ഗ്യാപ്പ് ഇപ്പോഴും കിടക്കുകയാണ്. ഫിബ് അനുസരിച്ച് അടുത്തൊരു റീട്രേസ്മെൻറ്റിന് സാധ്യതയുള്ളൊരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. 23,331 തൊട്ട് 23,279 വരയ്ക്കും. അതായത് 23,000-നും 23,300-നും ഇടയ്ക്ക് മാർക്കറ്റ് ചിലപ്പം ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് മിക്കവാറും ഇനിയിപ്പം ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അന്ന് ഗ്രൂപ്പിലും ആ സമയത്തുള്ള പ്രീ മാർക്കറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സ്ട്രെങ്തി മാർക്കറ്റ് ആയിരിക്കില്ല. ഈ സ്ട്രക്ചർ അനുസരിച്ച് ഇതൊരു സ്ട്രെങ്തി സ്ട്രക്ചർ അല്ല. മാർക്കറ്റ് ഇതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വീക്കാണ്. ഒരു കയറ്റം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു കയറ്റമാണ്. ഇത് താഴോട്ട് വന്ന് മാർക്കറ്റ് ഇവിടെ നിന്നൊരു സ്ട്രക്ചർ സ്ട്രോങ് ആയിട്ട് തിരിച്ചു മുകളിൽ കയറിയാൽ മാത്രമേ ഈ മാർക്കറ്റിനൊരു സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. ഏകദേശം 1 വർഷത്തിന് മുന്നേ സെയിം ഇതേ ലെവലിലാണ് നമുക്കതാ ഇവിടെയും ഇങ്ങനൊരു സ്ട്രക്ചർ വന്നിട്ടുള്ളത്. ഇത് കയറുന്ന സമയത്തും ആ ഒരു മാസവും കഴിഞ്ഞ വർഷം ഏപ്രിലും സെയിം ഇതേ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, അന്നത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും ഒരു ഹെൽത്തി മാർക്കറ്റിന് പറ്റിയൊരു സ്ട്രക്ചർ അല്ല.
മാർക്കറ്റ് എന്തായാലും ഇത് ഈ ഒരു ലെവലിലോട്ട് എപ്പോഴെങ്കിലും മാർക്കറ്റ് ഇറങ്ങി വരും. ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും ഏകദേശം 1 വർഷത്തിന് ശേഷം ഇറങ്ങി വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻട്രാഡേ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രക്ചർ സ്ട്രോങ് അല്ല. ഇത് മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. 23,030 മുതൽ 23,300 വരെയുള്ള ഈ ഒരു ഫിബിൻ്റെ റീട്രേസ്മെൻറ്റ് ഏരിയ 0.618 തൊട്ട് 0.5 വരെയാണ് ഈ ഏരിയ വരുന്നത്. അപ്പം ഈ ഏരിയ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിൽ. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,417 ഇൻട്രാഡേ ലെവൽ 24,417 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ, ഇതിന് മുകളിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ സ്ട്രോങ് ലെവലായിരിക്കും. ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇത് സ്ട്രോങ് ആയിട്ട് 15 മിനിറ്റിൽ മുകളിൽ ബ്രേക്കൗട്ട് ചെയ്ത് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഓപ്പണിംഗ് എന്തായാലും ഇതിന് താഴെയായിരിക്കും. ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ മുകളിലോട്ട് 15 മിനിറ്റ് കയറി പോവുകയാണെങ്കിൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് 24,541 ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലെവല് 24,660 ഈ ഒരു ലെവലായിരിക്കും അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ളത്. ഇത് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് കയറി വരും. അതുപോലെ തന്നെ 24,540 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 24,660 ആയിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. താഴോട്ടും ഈ ഒരു ലെവല് 24,265 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് മിക്കവാറും വീണ്ടും ഒരു ഫോളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിലോട്ട് ചിലപ്പം മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പം 24,265 വരേക്കും നമുക്ക് താഴോട്ട് ലോങ് എൻട്രി ഇല്ല. ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് താഴോട്ട് എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയയ്ക്കുള്ളിലെന്ന് പറയുന്നത് ഒരു നോൺ ട്രേഡിംഗ് സോണാണ്. ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ചെറിയ സ്കാൽപ്പിങ്ങിനുള്ള എൻട്രികൾ എടുക്കാം. നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കാം. ഇൻട്രാഡേ ലെവൽസിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സെക്ടറുകളെല്ലാം വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം മറ്റ് ന്യൂസുകളൊന്നും നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് വലിയ സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഐ-ടിയും നിഫ്റ്റി ഫാർമയും മാത്രമാണ് ചെറിയൊരു വീക്കായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഡിഫൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.48% സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിഫ്റ്റി FMCG ആണ് 2.65% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി കൺസ്യൂമർ 1.20%, പിന്നെ നിഫ്റ്റി മെറ്റൽ 1.10%, നിഫ്റ്റി ഹെൽത്ത് കെയർ 0.41%, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.38%, നിഫ്റ്റി റിയാലിറ്റി 0.94%, നിഫ്റ്റി മീഡിയ 1.34%, നിഫ്റ്റി ഇൻഡസ്ട്രിയൽ ടൂറിസം 0.59% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നിലവിലുള്ളത് 24,800 സ്ട്രോങ് കോൾ റേറ്റിംഗ് ഉള്ളത്. പുട്ട് റേറ്റിംഗ് 24,000 ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉണ്ട്. അപ്പം ഈ രണ്ട് ലെവൽസും ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടത് 24,800 24,000 മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ 24,000 ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേൾഡ് മാർക്കറ്റിൻ്റെ ന്യൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ആഴ്ചയിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഡിപ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു ഹയർ ഹൈ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഡേ ക്യാൻഡലിൻ്റെ ചാർട്ടിൽ ഹയർ ഹൈ ആണ് നമ്മൾ ഡിപ്പായിട്ട് വരച്ചിട്ടുള്ള റീട്രേസ്മെൻറ്റിന് വരുമെന്ന് പറഞ്ഞ് വരച്ചിട്ടുള്ള ഏരിയ. അതുവരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ നിന്നൊരു ഹൈ എടുത്ത് ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ട് ഹയർ ഹൈ അല്ല ലോവർ ഹൈ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കാം. സെൻസെക്സിൽ ഇൻട്രാഡേ ലെവൽസ് CPR വരുന്നത് 78,135 തൊട്ട് 78,376 വരയ്ക്കാണ് CPR വരുന്നത്. മിക്കവാറും ഒരു CPRനുള്ളിലൊക്കെ ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്.
CPR-നുള്ളിൽ ചിലപ്പം ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ CPR-ന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പണിംഗ് അല്ല ക്ലോസിംഗ് വരുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് CPR-ന് താഴെ ക്ലോസിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 77,977 സപ്പോർട്ടായിരിക്കും. ഇവിടെ നിന്ന് ആ സമയത്തുള്ള പ്രൈസ് ആക്ഷന് നോക്കിയിട്ട് റിവേഴ്സ് സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ എടുക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ 77,487 77,432 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇനി ഓപ്പൺ ചെയ്ത് CPR-ലാണ് 5 മിനിറ്റൊക്കെ ക്ലോസിംഗ് വരുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും നോക്കുക. സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CPR-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 78,793 78,721 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 79,152 79,082 രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയും CPR വരുന്നത് വൈഡ് CPR ആണ്. 56,235 തൊട്ട് 56,454 വരയ്ക്കാണ് CPR വരുന്നത്. CPR സെൻസെക്സിൽ പറഞ്ഞ പോലെ തന്നെ CPR-ന് താഴെയാണ് 5 മിനിറ്റ് ക്ലോസിംഗ് കിട്ടുന്നതെങ്കിൽ 56,011 സപ്പോർട്ടായിരിക്കും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. 55,630 55,562 വരയ്ക്കും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ CPR-ന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CPR വരേക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് റിവേഴ്സ് വരും. 56,380 56,399 ഫസ്റ്റ് സപ്പോർട്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 56,783 56,850. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത് 57,134 57,189 രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരുന്നത്. നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിലും CPR വരുന്നത് 24,234 തൊട്ട് 24,312 വരയ്ക്കാണ് CPR വരുന്നത്. വൈഡ് CPR ആണ്. നിഫ്റ്റിയിൽ മാർക്കറ്റ് CPR-ന് ഉള്ളിലോ അല്ലെങ്കിൽ CPR-ന് മുകളിലോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് CPR-ലോട്ട് നിഫ്റ്റി ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 24,288 24,273 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. ഇനി 5 മിനിറ്റ് CPR-ന് താഴെയാണ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴെ CPR-ന് താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 24,175 24,193 ഫസ്റ്റ് സപ്പോർട്ട് കിട്ടും. അത് ബ്രേക്ക് ചെയ്താൽ മാത്രം താഴോട്ട് ലോങ് എൻട്രി നോക്കാം. 24,017 24,097 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ 24,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. തിരിച്ചടുത്തൊരു സപ്പോർട്ട് കിട്ടുന്ന ഏരിയ 24,288 24,277 മാർക്കറ്റ് സപ്പോർട്ട് കിട്ടിയാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,436 24,453 ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 24,550 24,565. ഈ രണ്ട് ഏരിയയും ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉള്ളത് 24,000-ലും ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉള്ളത് 24,500-ലാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ടാവും. താഴെ ഫയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ക്ലയൻറ്റ് ID അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.